ഹായ് ഹലോ നമസ്കാരം. ക്രിയേറ്റീവ് വ്ളോഗ്സ് ബൈ റാസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇക്കോ ടൂറിസത്തിലാണ്. പത്തനംതിട്ട ജില്ലയിൽ നടപ്പാക്കിയ ഒരു ഇക്കോ ടൂറിസം പദ്ധതിയാണ് കോന്നി അടവി ഇക്കോ ടൂറിസം പദ്ധതി. 2008 കോന്നി ആനക്കൂട് കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ച പദ്ധതിയിൽ പിന്നീട് അടവി മണ്ണീറയിൽ കുട്ടവഞ്ചി സവാരിയും ഉൾപ്പെടുത്തുകയായിരുന്നു. കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മുതിർന്നവർക്ക് ടിക്കറ്റ് വന്നിട്ട് 80 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ചാർജ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് തടികളിലൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ആനകളുടെ രൂപങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. അതുപോലെ തന്നെ കാട്ടുതേൻ, മഞ്ഞൾപ്പൊടി, ഫേസ് പാക്കുകൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളും ഈ ഒരു കുട്ടി ആനയെ എടുത്തിട്ടുണ്ട്. 200 രൂപയാണ് റേറ്റ്. ഇതിൻ്റെ അടുത്ത സൈസിന് 400 രൂപ. അങ്ങനെ സൈസ് അനുസരിച്ച് വില മാറുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ ആനകളെ കാണാനായിട്ട് പറ്റും. ഇത് നമ്മൾ കുട്ടി ആനയാണ്. ഇവൻ്റെ പ്രായം വന്നിട്ട് 2 വയസ്സാണ്. ഇവൻ്റെ പേര് കൊച്ചയ്യപ്പൻ എന്നാണ്. ഈ കൊച്ചയ്യപ്പനെ കിട്ടിയ ഡീറ്റെയിൽസ് വിവരങ്ങളെല്ലാം ഇവർ ഇതേപോലെ എഴുതി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടേ. നമ്മുടെ കൊച്ചയ്യപ്പനെ കണ്ടതിന് ശേഷം നേരെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും എലിഫൻറ്റിൻ്റെ മ്യൂസിയമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എലിഫൻറ്റിൻ്റെ മ്യൂസിയത്തിനകത്തുള്ള എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ആനകളെ കൂടി കാണാനായിട്ട് പോകാമേ. അപ്പോൾ ഇതിനുള്ളിൽ കയറുന്നതിന് മുമ്പ് തന്നെ ചെരുപ്പുകളൊക്കെ നമ്മൾ പുറത്തേക്കിട്ടു. എലിഫൻറ്റ് മ്യൂസിയത്തിനുള്ളിലെ പുറത്തുള്ള ചുവരിൽ തന്നെ ഇതുപോലെ നല്ലൊരു പെയിൻറ്റിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ആനയുടെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ആനയുടെ അസ്ഥികളും എല്ലാം ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് എലിഫൻറ്റ് മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇറങ്ങിയതിന് ശേഷം കുറച്ച് മുകളിലേക്ക് കയറിയാൽ നമ്മുടെ ആനക്കുട്ടന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് 22 വയസ്സ് പ്രായമുള്ള ഈവ എന്ന പേര് വിട്ടിട്ടുള്ള ആനക്കുട്ടിയാണേ. വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണേ. നമ്മളവിടെ കുറച്ചു നേരം നിന്നപ്പോൾ തന്നെ ഇവരെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടോ. ഇവരെ കുളിപ്പിക്കാനായിട്ട് ഓരോരുത്തരെ വീതം ഇവർ ഓരോ പാപ്പാന്മാരും 2 പാപ്പാനൊക്കെ ആയിട്ട് ഇവരെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ആദ്യം ഒരാളെ കൊണ്ടുപോയി അടുത്തത് ഇവനെ കൊണ്ടുപോവുകയാണ്.
അങ്ങനെ നമ്മുടെ ആനക്കുട്ടന്മാരത് കുളിച്ച് റെഡി ആവാനായിട്ട് പോവുകയാണേ ഓരോരുത്തരായിട്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തൊട്ട് താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഇതാ വീണ്ടും ആനയുടെ കുറച്ച് കാര്യങ്ങളും പല ടൈപ്പ് പരിണാമം സംഭവിച്ചതും എല്ലാം എഴുതിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആനയുടെ തടിയിൽ കൊത്തിയിട്ടുള്ള പല തരത്തിലുള്ള ആനയുടെ രൂപങ്ങളും ദാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.